ഇതാണ് നമ്മുടെ കാറ്. ഇതിപ്പോൾ ഞാൻ അൺലോക്ക് ചെയ്യാൻ നോക്കുവാണ്. അനങ്ങണില്ല. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 10 വർഷമായി വണ്ടി മേടിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി മിക്കവാറും തീർന്നാണ്. അതുകൊണ്ട് ബാറ്ററി മാറുകയാണ് ഇന്നത്തെ ചടങ്ങ്. അപ്പോൾ നമ്മൾ ഈ കീ അഴിക്കണം, അതിൻ്റെ കവർ തുറക്കണം. അതിന് നമ്മൾ ഈ സൈഡല്ല, ഈ ബാക്ക് സൈഡിൽ ഇവിടെയായിട്ട് എന്തെങ്കിലും ഒരു ടൂൾ ഇട്ട് ഒന്നിങ്ങനെ തിക്കിയെടുക്കുക. ചെറിയ കത്തി വല്ല ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു കത്തിയാണ് എടുക്കണേ. നമ്മുടെ അതിൻ്റെ കറക്റ്റ് ടൂൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഒന്ന് അഴിച്ചു വെച്ചേക്കണായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇത് പോകുന്നുണ്ട്. അങ്ങനെ 1-2 ലോക്കുകളുണ്ട്. അത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് പോരും. ഇനി നമ്മൾ ഈ ബാറ്ററി ഏതാണെന്ന് നോക്കുക. ഇതിപ്പോൾ നോക്കുമ്പോൾ അറിയാം CR2032 എന്ന് പറഞ്ഞ നമ്പറാണ് ഈ ബാറ്ററി. ഇനി ഇതുപോലത്തെ ഒരു ബാറ്ററി ഓർഡർ ചെയ്തിട്ട് നമുക്കിത് റീപ്ലേസ് ചെയ്യാം. ഞാനിങ്ങനെ എവറഡിയുടെ അൾട്ടിമ പ്രോ എന്ന് പറഞ്ഞ ഈ സംഗതിയാണ് മേടിച്ചത്. ഇത് ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് പൊതുവേ 5 എണ്ണത്തിൻ്റെ ഒരു പാക്കൊക്കെ ആയിട്ടാണ് വന്നത്. 5 എണ്ണം 150 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടും. പക്ഷെ അത് ഒരു പാക്കറ്റ് 2 പാക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ ഇത് ഞാൻ അവസാനം സെപ്റ്റോയിൽ നിന്നാണ് ഇങ്ങനെ ഓർഡർ ചെയ്തത്. 2 എണ്ണം മാത്രമായിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണം ഇതിപ്പോൾ MRP 160-80 രൂപയാണ് ഒരു യൂണിറ്റിന് കാണിക്കണേ. പക്ഷെ എനിക്കിത് രണ്ടും കൂടെ 75 രൂപയ്ക്കാണ് സെപ്റ്റോയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഒരു പീസിന് ഏതാണ്ടൊരു 40 രൂപ എടുത്ത് 75-80 എന്തോ ആയിരുന്നു. ഒരു പീസിന് 40 രൂപ എന്നുള്ള റേഞ്ചിലാണ് കിട്ടിയത്. ഇതല്ലാതെ സെപ്റ്റോയിൽ തന്നെ 150 രൂപയ്ക്ക് 5 എണ്ണത്തിൻ്റെ സെറ്റും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അത്രയും ബാറ്ററിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ 2 എണ്ണത്തിൻ്റെ സെറ്റ് മേടിച്ചു. ബെസ്റ്റ് ബിഫോർ 2035 എന്നാണ് എഴുതിയേക്കുന്നത്. അന്ന് വരെയൊക്കെ നിന്നാൽ മതി നമുക്ക്. അപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി കിട്ടി. ഇത് എവറഡി അൾട്ടിമ. ഇതിനകത്ത് കിടക്കണത് പാനസോണിക് CR2032 ആണ്. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ട് മാറ്റിയിടാം. എന്തെങ്കിലും ഇട്ടും തിക്കുവാണെങ്കിൽ ഇച്ചിരി എളുപ്പമായിരിക്കും. മാറ്റി ആദ്യം കിടന്നാൽ തന്നെ പ്ലസും മൈനസും ഒക്കെ നോക്കിയിടുക. പ്ലസ് സാറിന് പുറത്തേക്കാണ്. ഇതിട്ടു. ഒരു സൗണ്ട് കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിയതാണ്. വർക്കിംഗ് ആണ്. ഇനി നമുക്കിത് പഴയ പോലെ അടച്ചു വെച്ചാൽ മതി. സംഗതി റെഡിയായി. ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യണ്ടോ നോക്കുക. സെറ്റാണ്. ഇനി ഒരു ലൈവ് ടെസ്റ്റ് കൂടെ അടിക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഒന്ന് അടച്ചേക്ക് നോക്കാം. പിടിച്ചിട്ട് ലൈറ്റ് തെളിഞ്ഞു, ഓഫായി, ലോക്കായി. ഇപ്പം അപ്പോൾ സംഗതി വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാറിൻ്റെ കീയുടെ ബാറ്ററി മാറുന്നത് സിമ്പിൾ പരിപാടിയാണ്. ട്രൈ ചെയ്ത് നോക്കും.